ദൈവവചനത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. ഈ നദി ഉൽപ്പത്തി പുസ്തകത്തിൽ ഒഴുകി തുടങ്ങി. ഒരു നദി ഏതിൽ നിന്ന് പൊട്ടി പുറപ്പെട്ടു. അത് 4 ശാഖയായി പിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നദി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നായിട്ട് നിൽക്കത്തില്ല, അത് അനേക ശാഖകളായി മാറും. എണ്ണാൻ കഴിയത്തില്ല. എവിടെ ചെന്ന് നിന്നോ അവിടെ ശാഖയുണ്ട്. ആമേ. ഒന്നുകൂടെ പറഞ്ഞ ആമേ, പ്രവർത്തികളുടെ പുസ്തകത്തിൽ അപ്പോസ്തലന്മാർ എവിടെ കാല് ചവിട്ടി അവിടെ സഭയുണ്ടായിരുന്നു. ആ സഭ സാധാരണ സഭയല്ല, അതൊരു അന്ത്യോക്യ സഭയായി. ആമേ. അതിനകത്ത് വരുന്നവർക്ക് മനസ്സിലാകും ഈ സഭ സാധാരണമല്ല, ഫലമുള്ള സഭയാണെന്ന്. അതിനകത്ത് പ്രവാചകന്മാരുണ്ട്, അതിനകത്ത് അപ്പോസ്തലന്മാരുണ്ട്, അതിനകത്ത് ഉപദേഷ്ടാക്കന്മാരുണ്ട്, അതിനകത്ത് ഇടയന്മാരുണ്ട്. ഇന്ന് മകൻ ആ സഭയെ ദൈവം ഇവിടെ പുറത്തിറങ്ങിയ തീർന്നില്ല. 4 ശാഖയായി പിരിച്ചു. ഒന്നാമത്തെ ഒരു ഭീഷോൻ എന്ന് പേർ. ഭീഷോൻ വർധനവ, വെള്ളച്ചാട്ടം പോലെ വർദ്ധിച്ചു വരാൻ പോകുക. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ആന്റി ഇങ്ങനെയുണ്ട്. ഇസഹാക്ക് ആമേ ആ ദേശത്ത് വിതച്ചു 100 മേനി. ഈ വെളിപ്പാടൊന്ന് കേൾക്കണം. 100 മേനി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഇവ ഭയങ്കര മഹാധനവാനായി തീർന്നു.